ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം പറയാം. വൈൽഡ് കാർഡ്സ് കയറാൻ പോവുകയാണ്. ആരൊക്കെ, ഡബിൾ എവിക്ഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡേ 26 വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മുടെ ലാലേട്ടൻ പതിവ് പോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റേജിലല്ല, മറിച്ച് വീഡിയോ കോൺഫറൻസ് വഴിയാണ് മത്സരാർത്ഥികളെ കാണാൻ വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ വീക്കിൽ തന്നെ നമ്മൾ ലാലേട്ടൻ പറയുകയുണ്ടായി, ഈ ആഴ്ച ഞാൻ ഇവിടെ സ്റ്റേജിലുണ്ടാകില്ല, പകരം ഞാൻ മത്സരാർത്ഥികളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മത്സരാർത്ഥികളെ കാണാൻ ഇപ്രാവശ്യം വീഡിയോ കോൺഫറൻസ് വഴിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രമോ ഇന്നലെ രാത്രി തന്നെ പുറത്തിറങ്ങുകയുണ്ടായി. ലാലേട്ടൻ പറയുന്ന പ്രമോ, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തിരക്കുള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരിടത്ത് ഇരുന്ന് നമുക്ക് അവരെ കാണാം, സംസാരിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നാണ് ലാലേട്ടൻ പറയുന്ന ഒരു പ്രമോയായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാണ് പറയാനുള്ളത്. ആ പ്രമോ പുറത്തു വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നാണ് വീക്കെൻഡ് എന്ന്. അതുകൊണ്ടാണ് ഇന്നലെ വോട്ടിംഗ് പാനൽ, അതായത് ഇന്നലെ വരെ വോട്ട് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നത്. കാരണം ഇന്നലെ തന്നെ വോട്ടിംഗ് അവസാനിക്കുക, അതാണ് കാരണം. ഇന്ന് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് നേരത്തെ ആയതുകൊണ്ടാണ്. കാരണം വീക്കെൻഡ് എപ്പിസോഡ് സാധാരണ എപ്പോഴാണ് വരാറ്? ശനി ഞായറാണ്. അപ്പോൾ തികച്ചും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, അപ്പോൾ ഞായറാഴ്ച എന്ത് ചെയ്യും? അതും പറയാം. കാരണം ഈ പ്രമോ, അതായത് ഇന്നലെ പുറത്തിറങ്ങിയ പ്രമോ വരേണ്ടത് ഇന്നാണ്. ഇന്ന് രാത്രി എപ്പിസോഡിന് ശേഷമാണ് വരുന്നത്. അപ്പം അങ്ങനെ ആ പ്രമോ ഇന്നലെ വന്നതുകൊണ്ടാണ് ഇന്ന് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ആയത്. ഓക്കെ, അതാണ് ഇതിന് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത്. കാരണം ഇത്തവണ ലാലേട്ടന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാലേട്ടൻ പുറത്താണ്. അതുകൊണ്ടാണ് വീക്കെൻഡ് കുറച്ച് നേരത്തെ ആക്കിയത്, ഒരു ദിവസം നേരത്തെ ആക്കിയത്. അതുകൊണ്ടാണ് ഇന്നലെ ഇന്നായിട്ടായിരുന്നു വീക്കെൻഡ് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ലാലേട്ടൻ അവിടെ ആ തിരക്കിൻ്റെ ഇടയിൽ തിരക്കൊക്കെ മാറ്റി വെച്ചാണ് നമ്മുടെ മത്സരാർത്ഥികളെ കാണാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദിവസം ഒരു എവിക്ഷൻ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ചോദിക്കേണ്ട പല കാര്യങ്ങളും ആ വീക്കിൽ ചോദിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനുമോൾ ജിസേലിൻ്റെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ ആ വിഷയം ഭയങ്കരമായിട്ട് തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും അതറിയാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്ന് രാത്രി 9:30 നമുക്കത് എപ്പിസോഡിനകത്ത് കാണാനായിട്ട് സാധിക്കും. എപ്പിസോഡല്ല, ഇന്ന് വീക്കെൻഡ് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ നോർമൽ എപ്പിസോഡ് ഇന്ന് കാണാനായിട്ട് സാധിക്കത്തില്ല. കാരണം ലൈവിനകത്ത് കാണിക്കുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഇന്ന് ലൈവിനകത്ത് കാണിക്കുന്നത്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്, വേറെ കാണാനായിട്ട് ലൈവിനകത്ത് ഒന്നുമില്ല. ഇന്ന് വലിയ സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എങ്ങനെയാണോ വീക്കെൻഡ്, അതായത് ശനിയാഴ്ച നമ്മൾ ലൈവ് തുറന്നു നോക്കി കഴിഞ്ഞാൽ, ലൈവ് തുറന്നു നോക്കണ ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലായി കാണും നമ്മൾ ശനിയാഴ്ച എങ്ങനെയാണ് കാണുന്നത്, അതുപോലത്തെയാണ് ഇന്ന് ലൈവ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അതെന്താണ്, ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ടാണ്. ഇനി ലൈവ് ഇന്ന് രാത്രി 10:30 ശേഷം ലൈവ് കട്ടാകുന്നതായിരിക്കും. അതിനുശേഷം നാളെ രാത്രി 9 മണിക്ക് വീക്കെൻഡ് എപ്പിസോഡുണ്ട്. അപ്പോൾ ഓപ്പൺ ആകും. പിന്നീട് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക തിങ്കളാഴ്ച ആയിരിക്കും ഓപ്പൺ ആവുക എന്നാണ് പറയുന്നത്. കാരണം 3 ദിവസമായിട്ടാണ് വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാലേട്ടനാണെങ്കിൽ രണ്ടാമത്തെ പ്രമോ പുറത്തു വന്നിരുന്നു. അതായത് നമ്മുടെ മത്സരാർത്ഥികളെ കണ്ട് സംസാരിക്കുന്ന ഒരു പ്രമോ പുറത്തു വന്നിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ആ പ്രമോനകത്ത് നമ്മുടെ ജിസേലിനെയും നമ്മുടെ അനുമോളിനെയും കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഗംഭീരമായൊരു ട്വിസ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. എവിക്ഷനകത്ത് ഒരു ഗംഭീര ട്വിസ്റ്റ് നടന്നിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ആരിനാണോ ഒനേലാണോ പുറത്തു പോയതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതെന്തായാലും രണ്ടാമത്തെ ദിവസത്തെ ഷൂട്ടിംഗ് കൂടി കഴിയട്ടെ. അതിൻ്റെ കൺഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നാളെയും വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പോൾ ഞായറാഴ്ച എന്ത് കാണും? ഞായറാഴ്ച നമ്മളിങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും 9 മണിക്ക്. അതൊന്നും വേണ്ടി വരില്ല. കാരണം അന്നും വീക്കെൻഡ് ഉണ്ടാകും. അന്നും വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ്. 3 ദിവസങ്ങളായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസങ്ങളായിട്ടാണ് വീക്കെൻഡ് എപ്പിസോഡ് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തവണ
വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, ചിലപ്പോൾ ഒരുപക്ഷെ വൈൽഡ് കാർഡ്സിൻ്റെ ഇൻട്രോ ഷൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം ലാലേട്ടൻ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ ഡയറക്റ്റായിട്ട് വൈൽഡ് കാർഡ്സ് കയറ്റിവിടുന്ന ഒരു ചടങ്ങായിട്ടായിരിക്കും കാണിക്കുക എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി അതായത് എല്ലാവരും, അതായത് വൈൽഡ് കാർഡ്സ് ആയിട്ടുള്ള എല്ലാവരും ചെന്നൈയിലോട്ട് എത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ. ഇനി 2-3 പേര് മാത്രമാണ് അവിടെ എത്താനുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും 2-3 പേരൊക്കെ കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. കൺഫേം ആയ 2-3 പേരുടെ പേര് ഞാൻ പറയാം. അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, ലാലേട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇൻട്രോ ഷൂട്ടും കാര്യങ്ങളും കാണില്ല. പിന്നെ വീഡിയോ കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ വലിയ അതായത് വലുതായിട്ട് നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ഷൂട്ടും തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും. എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും അവരൊക്കെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്, വീട്ടിലേക്ക് കയറാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് അറിയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. 2ാമത്തെ ദിവസമായിരിക്കും ഇവരെ ആനയിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിടുന്ന ആ ചടങ്ങ് എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കെന്തായാലും നോക്കാം. അത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് വൈൽഡ് കാർഡ്സിൻ്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ 3 പേര് കൺഫേം ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ കൺഫേമായ 3 പേരുടെ പേര് ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ പേര് എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയാണ്. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കൊല്ലം സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റിൽ, അതുപോലെ തന്നെ 5 പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലേക്ക് വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരാളാണ്. ആ ആളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേറെ ആരുമല്ല, ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹനാണ് വരാൻ പോകുന്നത്. നമ്മുടെ വരദയുടെ ഹസ്ബൻഡാണ് മൂപ്പര്. അപ്പോൾ ജിഷിൻ മോഹനാണ് വൈൽഡ് കാർഡ് ആയിട്ട് ആദ്യമായിട്ട് വരാൻ പോകുന്ന ആളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൺഫേമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒന്നാമത്തെ ആളുടെ കൺഫേം ലിസ്റ്റാണ്. ഇനി 2ാമത്തെ കൺഫേം ആയ ആളെന്ന് പറയുന്നത്, 2ാമത്തെ ആൾ ആർട്ടിറ്റിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ മോഡലിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വേറെ ആരുമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. വേദലക്ഷ്മിയെ അറിയാത്തവർ ആരും ആയിട്ടുണ്ടാവില്ല. വേദലക്ഷ്മിയാണ്, കൺഫേം ആണെന്നാണ് അറിയുന്നത്. വേദലക്ഷ്മിയും ബിഗ് ബോസ് സീസൺ 7 വൈൽഡ് കാർഡ്സിൽ ഉണ്ടെന്ന് അറിയുന്നു. കൺഫേമാണ്. ഓക്കെ, ഇനി 3ാമത്തെ ആളെന്ന് പറയുന്നത് ആങ്കറാണ്, ഇൻ്റർവ്യൂവറായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും. മസ്താനിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. പുള്ളിക്കാരിയും കൺഫേം ആണെന്നാണ് അറിയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രിയിലെ 3ാമത്തെ കൺഫേം ലിസ്റ്റിലെ 3ാമത്തെ വ്യക്തിയാണ് എന്നാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ 3 പേരും കൺഫേം ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി നമുക്ക് പ്രഡിക്ഷൻ നോക്കാം. കുറച്ച് പ്രഡിക്ഷൻ ഉണ്ട്. അതിൽ ചിലരും ഇതിനകത്ത് സെലക്ട് ആയിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റേ പറയത്തുള്ളൂ. അതിൽ 1ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ മണ്ണിലെ ബാലേട്ടൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ ആളെ. പുള്ളിക്കാരൻ ഒരുപാട് സീരിയലിലുണ്ട്. ഏഷ്യാനെറ്റ് സീരിയലിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, ഒരു ആക്ടറാണ്. രാജീവ് പരമേശ്വരൻ, നമ്മുടെ സ്വന്തം ബാലേട്ടൻ, വൈൽഡ് കാർഡ്സായിട്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോവുകയാണെന്ന് അറിയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആൾ മൂപ്പർ അവിടെ പ്രഡിക്ഷൻ ലിസ്റ്റിലിരിക്കട്ടെ, സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു ഫുഡ് വ്ളോഗറാണ് വരാൻ പോകുന്നത്. ഹെയ് ഓൺ ഫുഡ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ആണ്. പേര് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഹെയ് ഓൺ ഫുഡ് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരനും ഇതേപോലെ വൈൽഡ് കാർഡ്സായിട്ട് വരാനിരിക്കുകയാണെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് അവിടെ ഇരുന്നോട്ടെ, അവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് വില്ലൻ ക്യാരക്ടറും അതുപോലെ തന്നെ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ആക്ടറായിട്ടുള്ള ബാലയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ബാലയും ഇതുപോലെ വൈൽഡ് കാർഡ്സായിട്ട് വരാൻ പോകുകയാണെന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം. പുള്ളിക്കാരനും അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അത് അങ്ങ് മാറ്റി വെച്ചേക്കാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹെയ്തി സാദിയ എന്നാണ് പുള്ളിക്കാരുടെ പേര് വരുന്നത്. ട്രാൻസ് വുമൺ ആണ്. അപ്പോൾ പുള്ളിക്കാരിയും ഇതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ്സായിട്ട് വരാൻ പോകുകയാണെന്ന് അറിയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. പുള്ളിക്കാരിയും അവിടെ ഇരിക്കട്ടെ.
അതുപോലെ തന്നെ നമ്മൾ അതായത് ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ അതായത് വീക്കെൻഡിലൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള പേരാണ് വൈൽഡ് കാർഡ്സ് ആയിട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ആ പേര് ചർച്ച ചെയ്തേ ഉള്ളൂ. നമ്മുടെ വീഡിയോയ്ക്കകത്ത് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പേര് തന്നെയാണ് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ശ്രീലക്ഷ്മിയാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത് അറിയുന്നു വൈൽഡ് കാർഡ്സ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക്. ഓക്കെ, അടുത്ത് നമ്മുടെ മോഡൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ആര്യനെ പോലെ തന്നെ രൺബീർ കപൂർ ആണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. രൺബീർ കപൂർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. രണ്ടാമത്തെ രൺബീർ കപൂർ ആരായിരിക്കും? വേറെ ആരുമല്ല, വരാൻ പോകുന്ന ആളുടെ പേര് വ്യാസൻ എന്നാണ് പറയാൻ പോകുന്നത്. അടുത്ത പേരെന്ന് പറയുന്നത് വ്യാസൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ്സ് ആയിട്ട് വരാൻ പോകുന്നു അറിയുന്നുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം, പുള്ളിക്കാരനും അവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ ചിലപ്പോൾ കൺഫേം ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആയിട്ടുള്ള വ്യക്തിയാണ്. വേറെ ആരുമല്ല, നമുക്ക് സുപരിചിതയായിട്ടുള്ളൊരു വ്യക്തിയാണ് മെഹറിനെ അറിയാത്തവർ ആരുമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് നോക്കാം, മെഹറിനെയും നമുക്ക് വെച്ചേക്കാം, പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് വെച്ചേക്കാം. മെഹർ അവിടെ ഇരിക്കട്ടെ, മെഹറും അവിടെ ഇരുന്നോട്ടെ. അടുത്തതെന്ന് പറയുന്നത് അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരെന്ന് പറയുന്നത് ഒരു കോമണറാണ്, രണ്ടാമത്തെ കോമണർ. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ കോമണറായിട്ട് വരാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പുള്ളിക്കാരൻ കൺഫേം ആണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. മൈജി എന്ന് മാത്രം ഞാൻ പറയാം, പേര് ഞാൻ പറയില്ല. മൈജി അതാണ് പുള്ളിക്കാരൻ, രണ്ടാമത്തെ കോമണറാണ്. മൈജി കോമണറായിട്ട് വരാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ അനീഷിനെ പോലെ. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മൈജി എന്നുള്ള ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ പുള്ളിക്കാരൻ കൺഫേം ആണെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇതിൽ ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയാനുള്ളത്. ഈ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിൽ 3 പേര് കൺഫേം അവിടെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇതിൽ ആരൊക്കെ നിങ്ങൾക്ക് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സ് അറിയിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ കൺഫേം ലിസ്റ്റ് വരുമ്പോൾ ഞാൻ പൂർണ്ണ കൺഫേം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എവിക്ഷൻ ആണെന്നാണ് അറിയുന്നത്. ഒരു പക്ഷേ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ വോട്ട് പ്രകാരം ലാസ്റ്റ് ഫിനിഷിൽ നിൽക്കുന്നത് നമ്മുടെ ആര്യനും ഒനേലാണ്. അങ്ങനെയെങ്കിൽ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഒനേലും ആര്യനും, അല്ലെങ്കിൽ ആര്യൻ മാത്രമായിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം, അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ആര്യൻ പുറത്ത് പോയെന്നും കേൾക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ആര്യൻ പുറത്ത് പോയെന്ന് മാത്രമാണ് കേൾക്കുന്നത്, പുറത്ത് പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷമായിട്ട് വരാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സി യു. അതിനു മുമ്പ് ഇന്ന് രാത്രി 8:30 ലൈവ് ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.